ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. എക്സാമിന്, ക്രിസ്മസ് എക്സാമിന്, സെക്കൻഡ് ടേം എക്സാമിന് വരുന്ന പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി വാല്യൂ ഓഫ് ജി ഈസ് ഹയസ്റ്റ് ഓൺ എർത്ത്. ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാല്യൂ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓൺ എർത്ത് എപ്പോഴാണ് ജി ഹയസ്റ്റ് ആവുക എന്നുള്ളതാണ്. ഇക്വേറ്ററിലാണോ, സെൻറ്ററിലാണോ, എർത്തിൻ്റെ സെൻറ്ററിലാണോ, സ്പേസിലാണോ, അതോ പോളാർ റീജിയണിലാണോ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം കേട്ടോ. എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? കറക്റ്റ് സർക്കിൾ അല്ല അല്ലേ, അതൊരു ജിയോയിഡ് ഷേപ്പാണ്. അതായത് നടുവിൽ കണ്ടോ, ഈ ഒരു ഭാഗം കുറച്ച് വീതിയുള്ളതും അതുപോലെ പോളിൽ എന്താണ് ഇത് കുറവാണ് അല്ലേ, റേഡിയസ് കുറവാണ്. ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലുമാണ്. അപ്പം നമുക്ക് നോക്കാം, ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. സോറി, എഫ് ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ജി എം ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ആറ് റേഡിയസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും. ഓക്കെ, റേഡിയസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയസ് പോളിലാണ് കുറവ് അല്ലേ. റേഡിയസ് പോളിലാണ് കുറവ്, കണ്ടോ ഇത്രയും ഇതേ ഉള്ളൂ. പക്ഷേ ഇക്വേറ്ററിൽ നോക്ക്, ഇത്രയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 6 കുറയുമ്പോൾ ഫോഴ്സ് കൂടും, 6 കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളിലാണ് ഏറ്റവും കുറവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജി ഹയസ്റ്റ് എവിടെയായിരിക്കും? പോളാർ റീജിയണിലായിരിക്കും ജി ഹയസ്റ്റ്. ഓക്കെ, ജി ഹയസ്റ്റ് എവിടെയായിരിക്കും? പോളാർ റീജിയണിലാണ്. ഇക്വേറ്ററിൽ ഇത് ഇത്രയും വരുന്നത് കൊണ്ട് എന്താണ്? ജി കൂടുതലായിരിക്കും കേട്ടോ. സോറി, കുറവായിരിക്കും. കൂടുതൽ പോളാർ റീജിയണിലും കുറവ് ഇക്വേറ്ററിലായിരിക്കും കേട്ടോ. ഈ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്, ഈ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കുറയും കേട്ടോ. ജി കുറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജി മാക്സിമം എവിടെയാണ്? പോളാർ റീജിയണിലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ക്യാൻ വി സേ ദാറ്റ് വർക്ക് ഈസ് ഡൺ ബൈ എ ഫോഴ്സ്? എപ്പോഴാണ് നമുക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്തു എന്ന് എപ്പോഴാണ് പറയുക? വെൻ ദി ഒബ്ജക്റ്റ് ഡസ് നോട്ട് മൂവ് ഡെസ്പൈറ്റ് ഓഫ് ഫോഴ്സ്. അതായത് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതിരിക്കുമ്പോഴാണോ? അല്ലല്ലോ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം അല്ലേ. ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ടേബിള് തള്ളുകയാണെന്ന് വിചാരിച്ചു, ഒരു മേശ തള്ളുമ്പോൾ അത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അല്ലേ, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ അതും അതേ ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം. വെൻ ദി ഒബ്ജക്റ്റ് മൂവ്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഫോഴ്സ്. നമ്മൾ മേശ അങ്ങോട്ട് തള്ളിയ മേശ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായ എന്താണ്? വർക്ക് ചെയ്തു നമ്മൾ പറയില്ല അല്ലേ. അടുത്ത് നോക്കാം. വെൻ ദി ഫോഴ്സ് ഇസ് അപ്ലൈഡ് വെൻ ദി ഒബ്ജക്റ്റ് ഇസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ തള്ളുന്ന ആ ഒരു ഫോഴ്സിൽ തന്നെ ഒബ്ജക്റ്റ്, ആ ഒരു ഡയറക്ഷനിൽ തന്നെ ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളൊരു ചെമര് തള്ളുകയാണ്. ഒരു ചെമര് തള്ളിക്കഴിഞ്ഞാൽ, ഒരു വാൾ തള്ളിക്കഴിഞ്ഞാൽ എന്താണ്? അതിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് എന്താണ്? അത് വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാം. അതേ സെയിം ഡയറക്ഷനിൽ ഇതൊരു ഇതാണെങ്കിൽ അത് ഈ ഒരു ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്ത് ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്? വർക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, when there is displacement for an object in the direction of the applied force. ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ 10
Newton weight is hung on a spring balance and the weight is lowered into water. Now, the reading showing the balance would be. എന്താണ് അതിൽ പറയുന്നത്? 10 ന്യൂട്ടൺ ഒരു സ്പ്രിംഗ് ബാലൻസിൽ വെയ് ചെയ്തപ്പോൾ 10 ന്യൂട്ടൺ ഉണ്ടായിരുന്നു അല്ലേ? ഒരു സംഭവം 10 ന്യൂട്ടൺ ഉണ്ട്. പക്ഷേ വെയിറ്റ് താഴത്തേക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു. ഇറക്കി വെക്കുമ്പോൾ ഈ ബാലൻസിൽ എത്ര വെയിറ്റ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. 10 ന്യൂട്ടൺ ആണോ, 12 ന്യൂട്ടൺ ആണോ, 6 ന്യൂട്ടൺ ആണോ, 16 ന്യൂട്ടൺ ആണോ? അപ്പോൾ വെള്ളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്? ബോയൻ ഫോഴ്സ് അല്ലേ? ബോയൻ ഫോഴ്സ് നമുക്കറിയാം ഇതിനേക്കാൾ കുറവായിരിക്കും അല്ലേ? കുറച്ച് ബോയൻ ഫോഴ്സ് അല്ലേ? കുറച്ച് ഫോഴ്സ് ഡിസ്പ്ലേസ് ചെയ്യും വെള്ളത്തിലാണെങ്കിൽ. അതിനെയാണ് ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഈ 10 ന്യൂട്ടനേക്കാൾ ചെറിയ സംഖ്യയായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിൽ ചെറിയ സംഖ്യ ഏതാണ്? 6 ന്യൂട്ടൺ ആണ് അല്ലേ? 6 ന്യൂട്ടൺ. ഓക്കെ. അപ്പോൾ when an object is in fluid, the buoyant force experienced by the object is equal to the loss of weight of the object. അല്ലേ? ഒബ്ജക്റ്റ് ഫ്ലൂയിഡ് ആയിരിക്കുമ്പോൾ ഈ ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കുറവായിരിക്കും അല്ലേ? ഈക്വൽ ടു ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ലോസ് ആവുന്ന ആ ഒരു കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ആകെ കൂടി ഈ 10 ന്യൂട്ടനേക്കാൾ കുറവുള്ള സംഖ്യ എന്ന് പറയുന്നത് 6 ന്യൂട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് 6 ന്യൂട്ടൺ ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി cannot do any work if the forces experienced by the object are balanced. ഓക്കെ, ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ, അതായത് ആ ഒബ്ജക്റ്റിൻ്റെ ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ, ഇവിടെ ബാലൻസ്ഡ് എന്നാണ് കേട്ടോ വരേണ്ടത്. ബാലൻസ്ഡ് ആണെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ വർക്കൊന്നും ചെയ്യില്ല. ഓക്കെ, cannot do any work. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. when a body describes uniform circular motion, the dash of the body is always changing. യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ എന്താണ്? ഡയറക്ഷൻ അല്ലേ? ഡയറക്ഷൻ ഓഫ് ദി ബോഡി ഈസ് ഓൾവേസ് ചേഞ്ചിങ്. യൂണിഫോം സർക്കുലർ മോഷനിൽ ഡയറക്ഷൻ ഓഫ് ദി ബോഡി ഈസ് ഓൾവേസ് ചേഞ്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സം മീഡിയംസ് ആർ ടാബ്ലേറ്റഡ്. ക്രൗൺ ഗ്ലാസിൻ്റെ, ഗ്ലിസറിൻ, സൺഫ്ലവർ ഓയിൽ, വാട്ടർ, ഫ്ലിൻ ഗ്ലാസ്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ ഫാസ്റ്റർ? ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ നോക്കാം നമുക്ക്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവേതാണ്? ഇതാ ഈ വാട്ടറിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ്. അപ്പോൾ ആ കുറവുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള ആ ഒരു വാട്ടറിലാണ് ലൈറ്റ് കൂടുതൽ ഫാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഫാസ്റ്ററായിട്ട് പെട്ടെന്ന് ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു വാട്ടറിലാണ്. ഓക്കെ. അപ്പം ഏറ്റവും സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഏറ്റവും കൂടുതലുള്ള അതായിരിക്കും ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് കേട്ടോ. ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് സ്ലോവർ എന്ന് ചോദിക്കുമ്പോൾ ഫ്ലിൻറ്റ് ഗ്ലാസ് ആയിരിക്കും. ഓക്കെ. will a ray of light entering obliquely from sunflower oil to glycerin undergo a deviation? ഈ ഒരു ലൈറ്റ് when a ray of light entering, അതായത് സൺഫ്ലവർ ഓയിലിൽ നിന്ന് ഗ്ലിസറിനിലൊക്കെ ആണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എന്ന് വെക്കാം. ഈ സൺഫ്ലവർ ഓയിലും ഗ്ലിസറിനും എന്താണ്? സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലേ? സൺഫ്ലവർ ഓയിലും ഗ്ലിസറിനും എന്താണ്? അതിന് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡീവിയേഷൻ ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് നേരെ പാസ് ചെയ്യാണ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡീവിയേഷൻ ഉണ്ടാവുള്ളൂ അല്ലേ? ഇങ്ങനെ നമ്മൾ കണ്ടില്ലേ, ലൈറ്റ് ട്രാവൽസ് ഫ്രം ഗ്ലാസ് ടു എയർ എന്നൊക്കെ പറഞ്ഞ ഡീവിയേഷൻ ഉണ്ട്. പക്ഷേ ഇത് സൺഫ്ലവർ ഓയിലും ഗ്ലിസറിനും സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലൈറ്റ് ഡീവിയേഷൻ ചെയ്യാതെ തന്നെ നേരെ പോകുന്നത്. കണ്ടോ? ഡസ് നോട്ട് ഹാപ്പൻ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബോത്ത് ലിക്വിഡ്സ് ആർ ദ സെയിം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ ഇനേഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും 2 എക്സാമ്പിൾസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. The passengers tend to fall backwards when a bus starts
ഫോർവേഡ് സഡൻലി അല്ലേ. പെട്ടെന്ന് നമ്മൾ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ ബസ് എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ബാക്കിലേക്ക് പോവും അല്ലേ. ബാക്കിലേക്ക് വീഴാൻ പോകുന്ന പോലെ നമുക്ക് വീഴാൻ പോകുന്ന പോലെ തോന്നല്ല, വീഴും അല്ലേ. പിടിച്ചിട്ടില്ലെങ്കിൽ വീഴിരിക്കും. അടുത്ത നോക്കാം. when the branch of a mango tree is shaken, mangoes get detached. അതായത് നമ്മൾ ഒരു മാവിൻ്റെ ഒരു ബ്രാഞ്ച് ഒന്ന് കുലുക്കുക എന്ന് വിചാരിച്ചു, അതിന്ന് എന്ത് സംഭവിക്കും? മാംഗോസ് അതിൽ നിന്ന് വീഴും അല്ലേ. നമുക്ക് എന്തെങ്കിലും പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ബ്രാഞ്ചുള്ള ട്രീസിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കുലുക്കില്ലേ, അപ്പോൾ അതേപോലെ കുലുക്കി കഴിഞ്ഞാൽ ആ ഒരു മാംഗോസ് ഡിറ്റാച്ച് ചെയ്യും. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ എക്സാമ്പിൾ. ഇനേർഷ്യ ഓഫ് മോഷൻ എന്താണ്? മോഷൻ്റെ എക്സാമ്പിൾ എ പേഴ്സൺ ജമ്പിങ് ഫ്രം എ റണ്ണിങ് വെഹിക്കിൾ റൺസ് ഫോർവേഡ് ഫോർ സം ഡിസ്റ്റൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബസ്സിൽ നിന്നൊക്കെ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ, ചാടി ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അവർ കുറച്ച് സമയം ഓടും അല്ലേ. റൺസ് ഫോർവേഡ് ഫോർ സം ഡിസ്റ്റൻസ്. അങ്ങനെയാണ് അവർ, എങ്കിലെയാണ് ആ ഒരു ഇത് നിൽക്കാൻ പറ്റുള്ളൂ. അതിൽ പെട്ടെന്ന് നമുക്ക് ആഘാതം സംഭവിക്കും. അതും നല്ല സ്പീഡിലുള്ള ബസ്സിൽ നിന്നല്ല കേട്ടോ, കുറച്ച് സ്ലോ ആയിട്ടുള്ള ബസ്സിൽ നിന്നൊക്കെ പെട്ടെന്ന് അവർ ഇതാക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് കുറച്ച് നേരം ഓടും. പേഴ്സൺ റൺസ് എ ലോങ് ഡിസ്റ്റൻസ് ബിഫോർ മേക്കിംഗ് എ ലോങ് ജമ്പ്. അതായത് ലോങ് ജമ്പൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് സ്പോർട്സിലൊക്കെ നമ്മൾ ലോങ് ജമ്പിൽ ചാടില്ലേ, അപ്പോൾ ലോങ് ജമ്പിൽ ചാടുമ്പോൾ എന്താണ്, ഇപ്പോൾ ഇവിടെയാണ് ആ ഒരു മാർക്ക്, ഇവിടെയാണ് അത് കുഴിയെന്ന് വിചാരിച്ചോ, നമ്മൾ മണലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പേഴ്സൺ ഇവിടുന്ന് അങ്ങോട്ട് ചാടുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. എന്താ ചെയ്യുന്നത്? അതായത് ഇവിടുന്ന് അല്ലെ കുറച്ച് ദൂരത്ത് നിന്ന് ഇങ്ങനെ ഓടി വന്നിട്ടാണ് ഈ മാർക്കിലെത്തുമ്പോൾ ഇവിടുന്ന് ചാടുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ ഹൈറ്റിൽ ചാടാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ചാടുമ്പോൾ നമുക്ക് ഇവിടേക്ക് എത്തും അല്ലേ. പെട്ടെന്ന് നമുക്കറിയാലോ, ഒരു നിന്നോടത്ത് നിന്ന് ചാടുമ്പോൾ പെട്ടെന്ന് അടുത്താണ് എത്തുക. കൂടുതൽ ചാടുമ്പോൾ മാത്രമാണ്, ദൂരം നിന്ന് ഓടി വന്നിട്ട് ചാടുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് ലോങ് ജമ്പിൽ ഇതാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് രണ്ട് എക്സാമ്പിൾസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോഴ്സ് ഓഫ് 400 Newton ഈസ് അപ്ലൈഡ് ഇൻ വൺ ഡയറക്ഷൻ ഓൺ ആൻ ഓബ്ജെക്ട്. അനദർ ഫോഴ്സ് ഓഫ് 350 Newton ഈസ് അപ്ലൈഡ് ഓൺ ദി സെയിം ഒബ്ജെക്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഒബ്ജെക്ട്? അതായത് ഒരു ഫോഴ്സ് ഇങ്ങനെ, ഇതിപ്പോൾ ഒരു ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചോ, അത് 400 Newton കൊടുത്തിട്ട് 400 Newton കൊടുത്തിട്ട് ഒരാൾ തള്ളിയിട്ട് ഇവിടെ എത്തിച്ചു. ഓക്കെ, അടുത്തത് ഈ ഒബ്ജക്റ്റ് സെയിം ഡയറക്ഷനിൽ എന്താണ് തള്ളിയിട്ട് എത്ര ഇത് കൊടുത്തു? 350 Newton സെയിം ഡയറക്ഷനിൽ കൊടുത്തിട്ട് തള്ളി. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഒബ്ജെക്ട്? എത്രയായിരിക്കും? സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, 400 + 350 എത്രയാണ്? 750. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് വേറെയാണ് കേട്ടോ. ഈസ് ഇറ്റ് എ ബാലൻസ്ഡ് ഫോഴ്സ് ഓർ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഒബ്ജെക്ട്? ഇതൊരു ബാലൻസ്ഡ് ഫോഴ്സ് ആണോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണോ? രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് കേട്ടോ. അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, അടുത്തത് when a coconut from a coconut tree falls into a loose soil of a field, the pit is formed in the soil. അല്ലേ, ഒരു തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് വീഴുകയാണെന്ന് പറഞ്ഞാൽ ലൂസായിട്ടുള്ള മണ്ണുള്ള ഒരു ഇത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ അങ്ങനെ വീഴുമ്പോൾ കുറച്ച് സോയിൽ ഇവിടുന്ന് മാറിയിട്ട് ഇവിടെ ഒരു കുഴിയായി മാറും അല്ലേ. അപ്പോൾ വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കോക്കനട്ട് ഇൻ മോഷൻ ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ഇതെന്താണ്? ഇതൊരു ലാർജ് ഫോഴ്സ് ആണ് അല്ലേ. അപ്പം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ മൊമെൻറ്റം അല്ലേ, മൊമെൻറ്റം ആണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദിസ് ഫീച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ? ഇങ്ങനെയാണ് മാസ് വെലോസിറ്റി അല്ലേ. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ദി മൊമെൻറ്റം ഓഫ് എ ബോഡി ഇൻ മോഷൻ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി.
P is equal to m into v. Momentum is a vector quantity അല്ലെ, വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റിയും ഉള്ള കാരണം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ കാണാൻ പറ്റും. ദ ഡയറക്ഷൻ ഓഫ് ദി മൊമെന്റം ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷൻ തന്നെയാണ് മൊമെന്റവും. ഓക്കെ, യൂണിറ്റ് ഓഫ് മൊമെന്റം യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കിലോഗ്രാം അല്ലെ, കിലോഗ്രാം ആണ് യൂണിറ്റ് ഓഫ് മാസ്. യൂണിറ്റ് ഓഫ് വെലോസിറ്റിയോ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ യൂണിറ്റ് ഓഫ് മൊമെന്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ റീസൺ വൈ എ ഷിപ്പ് വെയിങ് ടൺസ് ഓഫ് അയൺ ഫ്ലോട്ട്സ് ഇൻ സീ വാട്ടർ ഈവൻ ദോ എ വെരി ലൈറ്റ് അയൺ റോഡ് സിങ്സ് ഇൻ വാട്ടർ. നമുക്കറിയാം, നമ്മളൊരു ഇരുമ്പിൻ്റെ ഒരു അയൺ റോഡ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? താഴ്ന്നു പോകും അല്ലേ, വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകും. പക്ഷേ ഇത്രയും വെയിറ്റ് ഉള്ള ഈ ഒരു ഷിപ്പ് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ദ ഷിപ്പ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് എ ഹോളോ ഇൻറ്റീരിയർ അല്ലേ. അതായത് ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ്. അതായത് ഉള്ളിൽ ഇങ്ങനെ പൊള്ളയാണ് ഷിപ്പിൻ്റെ. അപ്പം അതുകൊണ്ട് ദ ഷിപ്പ് എക്സ്പീരിയൻസസ് ഗ്രേറ്റർ ബോയന്റ് ഫോഴ്സ് കൂടുതലാണ്. ഗ്രേറ്റർ ബോയന്റ് ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ലൈറ്റ് ഗ്ലാസ്സിൽ നിന്ന് എന്താണ് എയറിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇല്ലസ്ട്രേറ്റ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് 43. അപ്പോൾ ഇത് 42 ആണ്. ഇനി 43 ആണെങ്കിൽ എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇതേപോലെ 42 നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ. 42ൻ്റെ മേലെ ആണെങ്കിൽ ഇതേപോലെയാണ് ഈ ഒരു ഡീവിയേഷൻ വരിക. ഓക്കെ, അടുത്ത നോക്കാം. ഡിഫൈൻ ദി ഫിനോമിനൻ ഓഫ് ലൈറ്റ് ദാറ്റ് യു ഹാവ് ഡിപിക്റ്റഡ്. എന്താണ്? when a ray of light travels from a optical denser medium to rarer medium, if the angle of incidence is greater than the critical angle, the ray is completely reflected back into the optically denser medium without undergoing refraction. സാധാരണ നമുക്കറിയാം, ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് റേ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷേ നമുക്കറിയാം ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ആണ് അല്ലേ, 42 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 42നേക്കാൾ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്രിറ്റിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 42 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ദ റേ ഈസ് കംപ്ലീറ്റ്ലി റിഫ്രാക്റ്റ് ചെയ്യല്ല ചെയ്യുക, അത് വന്ന വഴി പോലെ തന്നെ അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുക കേട്ടോ ഇൻറ്റു ദ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. അതായത് ഈ ഗ്ലാസ്സിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്, റിഫ്രാക്ഷൻ ചെയ്യാതെ റിഫ്ലക്റ്റ് ചെയ്യാണ് കേട്ടോ. റിഫ്രാക്ഷനും റിഫ്ലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ ഡീവിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോഴോ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് അതേപോലെ അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് വേറെ ആംഗിൾ ആയിരിക്കും, ഇത് സെയിം ആംഗിൾ ആയിരിക്കും. അപ്പം ഇവിടെ നോർമലി ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഞാൻ വരച്ചപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷെ സെയിം ആണ്. ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ക്രിറ്റിക്കൽ ആംഗിൾ 42നേക്കാൾ മുകളിലാണെങ്കിൽ, ഇനി 42ന് താഴെയാണെങ്കിൽ എന്താണ്? റിഫ്രാക്ഷൻ തന്നെയാണ് നടക്കുക. ഓക്കെ, നമ്മൾ സാധാ കാണിക്കുന്ന പോലെ റിഫ്രാക്ഷൻ നടക്കും, ഡീവിയേഷൻ നടക്കും. പക്ഷേ ഇവിടെ റിഫ്ലക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. an object is allowed to fall from a top of a tower of height 100 meter. അപ്പോൾ എത്രയാണ്? ഹൈറ്റ് എത്രയാണ്? 100 മീറ്റർ. ഓക്കെ, 100 മീറ്റർ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ നിന്ന് ഒരു സാധനം, ഒരു ഒബ്ജക്റ്റ് താഴത്തേക്ക് ഇങ്ങനെ
ഫോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് ഒരു സാധനം നിലത്തേക്ക് ഇട്ടു. At the same time, another object was thrown vertically up with a velocity of 25 meter per second in order to collide with the object falling down. അതായത് താഴത്തുനിന്ന് 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ ഇവിടുന്ന് ഒരു സാധനം മുകളിലേക്ക് എറിഞ്ഞിട്ട് ഈ രണ്ടും കൂടി കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ട്, കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദം ടു കൊളൈഡ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടാൻ എടുക്കുന്ന ഒരു ടൈം എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, എന്താണ് ഡിസ്റ്റൻസ്, വെലോസിറ്റി, ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 100 തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് കൊളൈഡ് ചെയ്യുന്നത് ടി സെക്കൻഡ്, നമുക്കതൊരു എക്സ് പോലെ ഒരു ടി സെക്കൻഡ്സ് ആയിട്ട് എടുക്കാം. അപ്പം യു എന്ന് പറയുന്നത് ഇവിടുന്ന് താഴത്തേക്ക് ഇടുമ്പോൾ യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെങ്കിൽ ജി ടി സ്ക്വയർ എന്നുള്ളത് യു ടി എന്നുള്ളത് 0 ആയി മാറും. അപ്പം എസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ മാത്രമായിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്ക് എറിയുന്ന ഒരു ഡിസ്റ്റൻസ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് അത് നമുക്ക് എസ് ആയിട്ട് എടുക്കാം. ഓക്കെ, എസ് ടോട്ടൽ ഈ ഹൈറ്റ് ഈ 100 മീറ്ററിന്ന് എസ് കുറച്ചാലല്ലേ ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് 100 മൈനസ് എസ് എന്നെടുത്തു. ഇനി ആ ഒരു 100 മൈനസ് എസ് എന്നുള്ളത് ഈ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയറിൽ ആഡ് ചെയ്യാം. അപ്പോൾ 100 മൈനസ് എസ്, എസിൻ്റെ പകരം 100 മൈനസ് എസ്. യു നമുക്കറിയാം 25 ടി അല്ലേ, 25 ആണ്. 25 ഇൻറ്റു ടൈം ടി തന്നെ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പം ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടിയിട്ട് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 100. ഈ എസും എസും ക്യാൻസൽ ആയിപ്പോയി അല്ലേ. അതുപോലെ തന്നെ 100 ഈക്വൽ ടു ഈ രണ്ട് ഹാഫ് ജി ടി സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. 100 ഈക്വൽ ടു 25 ടി എന്ന് കിട്ടി. അതിൽ നിന്നും നമുക്ക് ടി കണ്ടുപിടിക്കാം അല്ലേ. ടി ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 25. 100 ഡിവൈഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 4 സെക്കൻഡ്സ് ആണ്. ഇനി ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ 100 മൈനസ് എസ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എസ് ആണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ ഇത് മാത്രം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. എത്രയാണ്? 100 മൈനസ് എസ്. നമ്മൾ ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട്. 100 മൈനസ് എസ് എന്ന് പറയുമ്പോൾ 100 മൈനസ് എസ് ഈസ് ഈക്വൽ ടു 25 അല്ലേ. 25 ഇൻറ്റു 4 മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അതിൽ നിന്നും നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഹൈറ്റ് 20 മീറ്റർ എന്ന് കിട്ടും. 100 മൈനസ് എസ് ഈസ് ഈക്വൽ ടു 25 യു ടി. ഓക്കെ, യു എന്ന് പറയുന്നത് വെലോസിറ്റി. ടി ടൈം നമുക്ക് കിട്ടി 4 സെക്കൻഡ്. യു ടി മൈനസ് ഹാഫ് ഇൻറ്റു 10 ആണ് ജി എന്ന് പറയുന്നത് കേട്ടോ. ജി എന്ന് പറയുന്നത് നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ്. ഹാഫ് ജി ടി ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി ഇൻറ്റു ടി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 20 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആണ് ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടൈമും കിട്ടി, അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ നിന്ന് എത്രത്തോളം ഹൈറ്റിലാണ് ഈ കൊളൈഡ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന ആ ഒരു ഡിസ്റ്റൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റോൺ falling from a top of tall building touches the floor in 4 seconds. Calculate the height of the building. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് 4 സെക്കൻഡ്സ്. ജി നമുക്കറിയാം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി എ ടി സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് ജി ടി സ്ക്വയർ. ഇവിടെ യു 0 ആയിരിക്കും കേട്ടോ, കാരണം അവിടുന്ന് ഫോളിംഗ് എന്ന് പറയുമ്പോൾ അവിടുന്ന് റെസ്റ്റ് എന്നാണ് ഇടുന്നത്. അപ്പോൾ യു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ കിട്ടി. ഹാഫ് ഇൻറ്റു ജി നമുക്കറിയാം 10, ടി 4 ആണ്. ജി ടി സ്ക്വയർ ഈക്വൽ ടു 80 മീറ്റർ. ഇനി നമുക്ക് വി കാണണമെങ്കിൽ എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി 40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ,
അപ്പോൾ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ 80 മീറ്ററും വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 40 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ടു ബി ഡൺ അഗെയിൻസ്റ്റ് ദ Earth's gravity to raise an object of mass 5 kilogram to a height of 3 meter. Well, work is equal to എന്താണ്? mg h ആണ് അല്ലേ? m തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ g നമുക്കറിയാം 10 ആണ്, h ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ ആണ്. അപ്പോൾ എന്താണ്? 5 × 10 × 3 150 ജൂൾ. അപ്പോൾ ഇത് മനസ്സിലാക്കണം കേട്ടോ. W അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു m മാസ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h എന്ന് പറയുന്നത് ഹൈറ്റ്. വർക്ക് ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വർക്ക് ഈസ് ഈക്വൽ ടു mg h. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. When the slotted weights are lowered into liquids. ഇവിടെ നോക്ക്, വാട്ടറിൻ്റെ ഒക്കെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. വാട്ടർ, സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ, കെറോസിൻ, ഗ്ലിസറിൻ, കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്നറിയോ? ഗ്ലിസറിൻ ആണ് ഏറ്റവും കൂടുതൽ കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ കെറോസിൻ. ഇൻ വിച്ച് ലിക്വിഡ് ഈസ് ഇറ്റ്സ് വെയ്റ്റ് ഫെൽറ്റ് മോർ? ഏതിലാണ് ഏറ്റവും കൂടുതൽ വെയ്റ്റ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പം എന്താണ്? വാട്ടറിലാണ് ഏറ്റവും വെയിറ്റ് കൂടുതൽ. ഇൻ വിച്ച് ലിക്വിഡ് ഹാസ് ഇസ് വെയിറ്റ് ഫെൽറ്റ് ലീസ്റ്റ്? ലീസ്റ്റ് ഏതാണ്? ലീസ്റ്റ് ഗ്ലിസറിൻ ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ കണ്ടോ വെയിറ്റ് കൊടുത്തിട്ടുണ്ട് 100 ഗ്രാം അല്ലേ? 100 ഗ്രാം വെള്ളവും 100 ഗ്രാം സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടറും 100 ഗ്രാം ഗ്ലിസറിനും. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് ഡെൻസിറ്റി ഏതാണ്? വാട്ടറിലാണ് അല്ലേ? വാട്ടറിലാണ്. സോൾട്ട് വാട്ടറിൽ 1025 ഉണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും കുറവ് ഡെൻസിറ്റി ഉള്ളതാണ് അതിന് ഏറ്റവും വെയിറ്റ് കൂടുതലുണ്ടാവുക. ഇൻ വിച്ച് ലിക്വിഡ് ഇസ് എ വെയിറ്റ് ഫെൽറ്റ് ലീസ്റ്റ്? നേരെ തിരിച്ച്, വെയിറ്റ് റിലേറ്റീവ് ഡെൻസിറ്റി കൂടുതലുള്ളതിന് കുറവ് വെയിറ്റ് ആയിരിക്കും. റൈറ്റ് ഡൗൺ ദ റീസൺ ഫോർ എക്സ്പീരിയൻസിങ് ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ലിക്വിഡ്സ്. എന്തുകൊണ്ടാണ് ഈ ഡെൻസിറ്റി കൊണ്ട് തന്നെ ഡെൻസിറ്റി വ്യത്യാസം വന്നതുകൊണ്ടാണ് ഇതിന് പല ഒരേ സെയിം മാസ് ആണെങ്കിൽ കൂടി വെയിറ്റ് വരുമ്പോൾ വ്യത്യാസം വരുന്നത് ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ ക്ലൈംസ് എ ലോറി വിത്ത് എ ലോഡ്, എ ചൈൽഡ് പുഷസ് എ റോക്ക്, എ മാൻ പുഷിങ് എ ട്രോളി, എ മാൻ ഈസ് സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വിച്ച് ആർ ദ ഒക്കേഷൻസ് ഇൻ വിച്ച് വർക്ക് ഈസ് ഡൺ? എപ്പോഴൊക്കെയാണ് ഒരു വർക്ക് ചെയ്തു എന്ന് പറയുന്നത്? ഏതൊക്കെ സിറ്റുവേഷനിലാണ്? അല്ലേ, ഇത് ഒരു ചാക്കുമായിട്ട് ഒരാൾ ലോറിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ലോഡായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലേ, ഈ ട്രോളി തള്ളുന്ന ആളും എന്താണ്? വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്, സെയിം ഡയറക്ഷനിൽ. അടുത്ത നോക്കാം. വിച്ച് ആർ ദി ഒക്കേഷൻസ് ഇൻ വിച്ച് വർക്ക് ഹാസ് നോട്ട് ബീൻ ഡൺ? ബാക്കിയുള്ള രണ്ടെണ്ണത്തിലും എന്തില്ല? വർക്ക് ചെയ്യുന്നില്ല. കാരണം ഈ കുട്ടിക്ക് ഇത് ലോഡ് അല്ലെങ്കിൽ റോക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇല്ല. അതുപോലെ തന്നെ ഇയാളുമാണ് സ്റ്റാൻഡിങ് ആണ്, അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വർക്ക്? ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഒരു വർക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്? അവിടെ ഫോഴ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം അല്ലേ? ആ സെയിം ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം, എങ്കിലേ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഹൗ ഈസ് ദി ക്വാളിറ്റി ഓഫ് വർക്ക് ഡൺ കാൽക്കുലേറ്റഡ്? അപ്പോൾ എങ്ങനെയാണ്? W ഈസ് ഈക്വൽ ടു F × S അല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ആണ് വർക്ക് ചെയ്തു എന്നുള്ള ആ ഒരു ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. മൂവ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്? എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്. ഇപ്പോൾ ഒരു വാട്ടറിൻ്റെ ആണെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ്
സോറി വാട്ടറിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ വാട്ടർ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അല്ലെങ്കിൽ കെറോസിൻ്റെ ആണെങ്കിൽ കെറസിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി. ഇത് തമ്മിലുള്ള റേഷ്യോയിനെയാണ് എന്ത് പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓൺ വാട്ട് പ്രിൻസിപ്പൾ ഡസ് ദിസ് ഡിവൈസ് വർക്ക്? അല്ലെങ്കിൽ വിച്ച് ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ്? എന്താണ്? ഹൈഡ്രോമീറ്റർ ആണ് കേട്ടോ, ഹൈഡ്രോമീറ്റർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വാട്ട് പ്രിൻസിപ്പൾ ഡസ് ദിസ് ഡിവൈസ് വർക്ക്? ഏത് പ്രിൻസിപ്പളിലാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? ഇതുണ്ടാവില്ല, യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നോക്ക്, ഇതിൽ 3 എണ്ണത്തിനും യൂണിറ്റ് ഉണ്ട്. പക്ഷേ 0.810ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഹോക്കി ബോൾ വിത്ത് എ മാസ് ഓഫ് 200 gram ഹിറ്റ്സ് എ ഹോക്കി സ്റ്റിക്ക് അറ്റ് എ സ്പീഡ് ഓഫ് 20 meter per second ആൻഡ് ഗോസ് ബാക്ക് along the same path in the same speed. What is the change in momentum of the ball? അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഇത് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ mv മൈനസ് mu ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. മാസ് mu എന്ന് പറയുന്നത് ഇതിൽ ഗ്രാമിലാണ് കൊടുത്തിട്ടുള്ളത്, അതിനെ നമുക്ക് കിലോഗ്രാമിലാക്കണം. ഡിവൈഡഡ് ബൈ 1000. 0.2 ഇൻറ്റു u എന്ന് പറയുന്നത് 20 meter per second ആണ്. എത്രയാ? 4 gram അല്ലേ? 4 kilogram meter per second. v എന്ന് പറയുന്നതും സെയിം സ്പീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സെയിം തന്നെ വരിക. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു mv മൈനസ് mu അല്ലേ? mv മൈനസ് mu. പക്ഷെ ഇവിടെ ഗോസ് ബാക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തായി മാറും? നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, നെഗറ്റീവായി മാറും. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 8 kilogram meter per second ആണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് സെയിം ഡയറക്ഷനിൽ പോവല്ല, ആൻഡ് ഗോസ് ബാക്ക് അലോങ് ദ സെയിം പാത്ത്. ഇവിടുന്ന് വന്നിട്ട് തിരിച്ച് അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നെഗറ്റീവായി മാറിയത്. അത് ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ സെയിം ഡയറക്ഷനിൽ അങ്ങോട്ട് തന്നെ പോവുകയാണെങ്കിൽ എന്തുണ്ടാവില്ല? ഈ ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നേരെ തിരിച്ച് അതേപോലെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 8 kilogram meter per second. ഇനി വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദി ഹോക്കി സ്റ്റിക്ക് ഇഫ് യു ടുക്ക് 0.2 seconds ഫോർ ദി ചേഞ്ചിങ് മൊമെൻറ്റം? അപ്പം F ഈസ് ഈക്വൽ ടു mv മൈനസ് mu ബൈ ടി അല്ലേ? മൊമെൻറ്റം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ബൈ ടൈം ആണ്. അപ്പോൾ അതുകൊണ്ട് 8 ഡിവൈഡ് ബൈ 0.2 എന്ന് പറയുമ്പോൾ 40 Newton ആണ് വരിക കേട്ടോ, 40 Newton. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയ്റ്റ്? മാസും വെയ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ എത്രത്തോളം മാറ്റർ ഉണ്ടോ അതിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. പക്ഷേ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അവിടെ ജി അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടിയും ആ ഒരു ഒബ്ജക്റ്റിലേക്ക് വരും. ഒബ്ജക്റ്റ് ബൈ ദ പ്ലാനറ്റ് ഓൺ വിച്ച് ഒബ്ജക്റ്റ് ഈസ്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടിയും അതിൽ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ടു മെഷർ ഈച്ച് ഓഫ് ദീസ്? മാസ് കോമൺ ബാലൻസ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. വെയിറ്റ് എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്തിട്ടാണ് വെയിറ്റ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. when an object is brought to moon will its mass and weight be different? ഒരു ഒബ്ജക്റ്റ് മൂണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാസും വെയിറ്റും ഡിഫറെൻ്റ് ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലായിടത്തും സെയിം ആണ് അല്ലേ? സെയിം ഓൺ ദ മൂൺ, എല്ലാത്തിലും മാസ് സെയിം ആണ്. പക്ഷേ ഈ വെയിറ്റ് എന്ത് ചെയ്യും? വ്യത്യാസം വരും. മൂണിൽ വെയിറ്റ് വ്യത്യാസം വരും. കാരണം ജി എന്ന് പറയുന്നത് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എർത്തിൻ്റെ പോലെയല്ല മൂണിൽ. എർത്തിൽ വ്യത്യാസമുണ്ട്, മൂണിൽ വ്യത്യാസമുണ്ട്. ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ വെയിറ്റ് കുറയും. ഓക്കെ,
മാസ് സെയിം ആയിരിക്കും എല്ലായിടത്തും. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ മാസ് സെയിം ആയിരിക്കും. പക്ഷെ വെയിറ്റ് എന്താണ്? വെയിറ്റ് മൂണിൽ കുറഞ്ഞിരിക്കും. അങ്ങനെ ഓരോ പ്ലാനറ്റിലും അല്ലെങ്കിൽ ഓരോ സാറ്റലൈറ്റിലും അതിനനുസരിച്ച് വ്യത്യാസം വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഒബ്സർവിംഗ് ദ പിക്ചർ ദെൻ റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദി വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. അപ്പം ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ചൈൽഡ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പി എന്ന് പറയുന്നത് പിന്നെ ഡി ബി എ സി അല്ലേ. അപ്പോൾ കുട്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ്? ഈ പിയിൽ നിന്ന് എന്താണ് ഡിയിലേക്കാണ് അല്ലേ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? എയിൽ നിന്ന് പിയിലേക്ക്. കണ്ടോ, ഗ്രാവിറ്റേഷൻ പറഞ്ഞാൽ താഴത്തേക്കാണ് വരിക അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അടുത്തത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഫോഴ്സ് ആണ്. അതായത് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് സ്ലൈഡിങ് ഫോഴ്സ്. സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുമ്പോൾ വരുന്ന ഫോഴ്സാണ് ഫ്രിക്ഷൻ. അത് പി ടു ബി ആണ്. ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ടേബിൾ ഇൻ ദ ബോക്സ്. ഈ ടേബിൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എങ്ങനെയാണ്? സി ടു പി. മനസ്സിലായോ? സി ടു പി. ഓക്കെ, താഴേന്ന് മുകളിലേക്കാണ് ആ ഒരു ഫോഴ്സ് ടേബിൾ ബോക്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് വർക്ക് എപ്പോഴാണ് ചെയ്യുന്നത്? പി ടു ബി അല്ലേ. പിയിൽ നിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വർക്ക് വരുന്നത് എന്താണ്? അവിടുന്ന് ഇങ്ങോട്ടാണ് അല്ലേ. നെഗറ്റീവ് വർക്ക് വരുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ഒരു സാധനം ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം തള്ളിയിട്ട് ഇവിടെ എത്തുകയാണ്. ഇവിടെ എത്തുമ്പോൾ എന്താണ്? നെഗറ്റീവ് പോസിറ്റീവ് വർക്കാണ് വരുന്നത്. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് എന്ത്? നെഗറ്റീവ് വർക്ക് വരുന്നത്. ഇത് പോസിറ്റീവ് വർക്കും ഇത് നെഗറ്റീവ് വർക്കും. ഓക്കെ, നമ്മൾ ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണത്? പോസിറ്റീവ് വർക്കാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് വർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.